ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ആതിര. എനിക്ക് 33 വയസ്സുണ്ട്. എൻ്റെ വല്യമ്മയുടെ മകൻ ജിഷ്ണു അവൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എന്നെയും കൊണ്ടുപോയി. കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ച് ജിഷ്ണുവും അവൻ്റെ കൂട്ടുകാരും എന്നെക്കൊണ്ട് പഴം കഴിപ്പിച്ചു. ആ കഥയാണ് നിങ്ങളോടിന്ന് പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരുള്ള എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ ഒരു കമ്പനിയിൽ എനിക്ക് ജോലിയുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയും മകനും മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. മകൻ ജിഷ്ണു +2-നാണ് പഠിക്കുന്നത്. എൻ്റെ കല്യാണം നടന്നിട്ടില്ല. കുറെ ആലോചനകൾ വന്നതാണ്. ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വന്നവരെല്ലാം വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി. അച്ഛനും അമ്മയും എന്നും ഓരോ ആലോചനകൾ കൊണ്ടുവരും. ഇപ്പോൾ നല്ലൊരു ജോലിയുണ്ട്, കല്യാണമൊന്നും വേണ്ട. ആ ഒരു തീരുമാനത്തിലാണ് ഞാൻ. ഇപ്പോൾ ചേച്ചിയുടെ കൂടെ തൃശ്ശൂർ വന്ന് നിൽക്കുന്നതും ആ ഒരു കാരണം കൊണ്ടാണ്. ഒരു ദിവസം അച്ഛൻ ഒരു കല്യാണ ആലോചനയുമായി തൃശ്ശൂർ വന്നു. ഞാൻ സമ്മതിച്ചില്ല. മോളെ, ഇപ്പോൾ നിനക്ക് ജോലിയുണ്ട്, അത് ചെയ്യാനുള്ള ആരോഗ്യവുമുണ്ട്. പ്രായമാകുമ്പോൾ നിന്നെ ആര് നോക്കും എന്ന് അച്ഛൻ ചോദിച്ചു. ജിഷ്ണുമോൻ എന്നെ നോക്കും. ഇവൻ്റെ അമ്മ നോക്കിയതിനേക്കാൾ കൂടുതൽ ഞാനാണ് ഇവനെ നോക്കിയത്. ഞാനും ഇവൻ്റെ അമ്മ തന്നെയാണ്. ചെറിയമ്മയ്ക്ക് കല്യാണത്തിനൊന്നും താല്പര്യമില്ലെങ്കിൽ വേണ്ട. എനിക്കെൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ചെറിയമ്മയും. രണ്ടുപേർക്കും ഒരു കുറവും വരാതെ ഞാൻ നോക്കും എന്ന് ജിഷ്ണു അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പിന്നെയൊന്നും പറഞ്ഞില്ല. വേറെ ആലോചനകൾ ഒന്നും കൊണ്ടുവന്നുമില്ല. അങ്ങനെയിരിക്കെ ഒരു ശനിയാഴ്ച ദിവസം എനിക്ക് ജോലിയില്ല. ജിഷ്ണുവിൻ്റെയും അവൻ്റെ അമ്മയുടെയും സൗണ്ട് കേട്ടാണ് ഞാൻ എണീക്കുന്നത്. അമ്മയെ കൂട്ടി വരാം എന്ന് ഞാൻ പറഞ്ഞതാണ്. അവരുടെയും അമ്മമാർ വരും എന്ന് ജിഷ്ണു പറയുന്നതൊക്കെ കേൾക്കാം. ഇന്നെനിക്ക് വരാൻ പറ്റില്ല. അച്ഛൻ വിളിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് ചേച്ചിയും മകനും കൂടെ സംസാരിക്കുന്നത്? എവിടെ പോകുന്ന കാര്യമാണ്? ഇവൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരുടെ അമ്മമാരും ചെല്ലുമെന്ന്, ഞാനും ഇവൻ്റെ കൂടെ ചെല്ലണമെന്ന് അച്ഛൻ ഇന്നലെ വിളിച്ചിട്ട് ഇന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടേക്ക് പോകണം. ഞാൻ ജിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനാകെ വിഷമിച്ച് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി. ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മ പോകുവാണെങ്കിൽ പൊക്കോട്ടെ. ഞാനും നിന്റെ അമ്മയാണല്ലോ. കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാൻ നിന്റെ കൂടെ വരാം. അത് കേട്ടപ്പോൾ അവന് സന്തോഷമായി. 10 മണിയൊക്കെ ആയപ്പോൾ ചേച്ചി പാലക്കാടുള്ള വീട്ടിലേക്ക് പോയി. വൈകുന്നേരം 5 മണിക്കാണ് ഞാനും ജിഷ്ണുവും കൂടി അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയത്. വലിയൊരു വീടാണ്. വീടൊക്കെ നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ട്. അവൻ്റെ 2-3 കൂട്ടുകാരും അവരുടെ അമ്മമാരും മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാരൊന്നും ഇല്ലാത്തത് എന്താണെന്ന് ഞാൻ ജിഷ്ണുവിനോട് ചോദിച്ചു. ഞങ്ങൾ 4 പേരുമാണ് ഏറ്റവും അടുത്ത കൂട്ടുകാർ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ആഘോഷമാണ് ഇന്ന് എന്നവൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ 4 പേരും കൂടി മുകളിലത്തെ റൂമിലേക്ക് പോയി. ഞാനും ബാക്കിയുള്ള അമ്മമാരും കൂടി താഴെ ഹാളിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേര് കേക്കും ഞങ്ങൾക്ക് കുടിക്കാനുള്ള ജ്യൂസും എല്ലാമായി താഴേക്ക് വന്നു. കേക്ക് മുറിച്ചു കഴിച്ചു, ജ്യൂസ് കുടിച്ചു. പിള്ളേര് പാട്ടൊക്കെ വെച്ച് നല്ല ആഘോഷമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ക്ഷീണം തോന്നി. ഞാൻ ജിഷ്ണുവിനോട് പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരൻ വന്ന് ഒരു മുറി കാണിച്ചു തന്നു. അവിടെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അവിടേക്ക് പോയി. നല്ല ഉറക്കം വരുന്നുണ്ട്. കുറച്ചു നേരം അവിടെ കിടന്നു. വായി എന്തോ ഒരു കയ്പ്. എൻ്റെ കേക്ക് കഴിക്കുന്ന പോലെ ഒരു തോന്നൽ. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ജിഷ്ണുവും അവൻ്റെ കൂട്ടുകാരും അവിടെയുണ്ട്. ബാക്കിയുള്ള അമ്മമാരും. അവര് നല്ല ഉറക്കമാണ്. ഞാൻ മാത്രമേ ഉണർന്നിട്ടുള്ളൂ. പിള്ളേര് പഴമെടുത്ത് അമ്മമാരെ കൊണ്ട് കഴിപ്പിക്കുന്നു. ജിഷ്ണു പഴമെടുത്തോണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നു. അവൻ അത് കേക്കിൻ്റെ അകത്ത് വെച്ചു. അവൻ മാറിയപ്പോൾ അവരുടെ കൂട്ടുകാർ വന്നു. അങ്ങനെ ഒരുപാട് സമയം കടന്നുപോയി. നേരം വെളുക്കാറായി.